സുന്നിസമൊക്കെ വിശാലമായ നിലക്ക് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ട് സുന്നി ആലിമീങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒന്നിരിക്കെ നമ്മുടെ നാട്ടിലുള്ള പലരെക്കാളും സുന്നി ആകുന്ന ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ഇത് കേട്ട് നിൽക്കുന്ന പലർക്കും സുന്നി ആശയം ഇന്നതാണ് എന്ന് പലപ്പോഴും മനസ്സിലാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സുഹാബികൾ, ആ സുഹാബിയേക്കാളും കൂടുതൽ സുന്നി ആശയം എന്താണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒന്നിരിക്കെ മുസ്ലിമീങ്ങൾ പോലും അല്ലാത്ത പലർക്കും അതിനെക്കുറിച്ച് വിശാലമായ നിലക്ക് അറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലയെക്കെട്ടും കെട്ടി സുന്നി വേഷത്തിൽ ഇൻ്റർവ്യൂക്ക് വന്ന ഈ സുഹാബിയേക്കാളും കൂടുതൽ അറിവ് ആ ചോദ്യം ചോദിക്കാമെന്ന് ചെറുപ്പക്കാരനിക്കുണ്ട്. കേൾക്കി. ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കലേണ്ടത് ചർച്ചാ വേദികളിൽ ഇപ്പോൾ MLA മാർ MP മാർ പെണ്ണുങ്ങൾ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്. രാഷ്ട്രീയമല്ലേ ഭരണം, ആ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല. പക്ഷെ അത് സാമുദായികമായ കാര്യങ്ങളാവുമ്പോൾ ഭരണപരമായ കാര്യത്തെക്കാൾ കൂടുതൽ സാമുദായിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമുദായികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ, സുന്നി ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾക്ക് വിഭിന്നമായി സ്ത്രീകളെ സെനറ്റ് പോലെ, സിൻഡിക്കറ്റ് പോലെ ഭരണപരമായ ചുമതലയുള്ള ബോഡികളിലേക്ക് കൊണ്ടുവരുന്നത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധല്ലേന്ന് അല്ല, അയാൾക്ക് അത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമല്ല. പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയെ അഡ്വക്കേറ്റ് നുർബിന റഷീദ് അവരനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ആ തലയെക്കെട്ട് മാറ്റിയൊക്കെ ആയിരുന്നു അയാൾക്ക്. അതുപോലെയാണ് ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയും സമസ്ത ഒരു സാമുദായിക സംഘടനയുമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ സുഹാബിയുടെ തലക്ക് ഇതൊന്നും കയറൂല. കാരണം എല്ലാ കാലഘട്ടത്തിലും ചില രാഷ്ട്രീയ പണ്ഡിതന്മാരുണ്ടാവും. പണ്ടൊക്കെ കൊട്ടാര പണ്ഡിതന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന ചിലരുണ്ട്. അതായത് ദീനിൻ്റെ വിഷയങ്ങളെല്ലാം ഈ രാജാക്കന്മാർക്ക് വേണ്ടി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടക്കുന്ന ചിലർ. ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ, ഈ രാജാക്കന്മാർ എന്ത് തോന്നിവാസം ചെയ്താലും അതിനൊക്കെ തെളിവുണ്ടാക്കി കൊടുക്കലാണ് ഈ കൊട്ടാര പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി. അതിനവർക്ക് ദുന്യവിയായ പല ഉപകാരങ്ങളും കിട്ടുന്നുണ്ടാവാം, സ്വാഭാവികമാണ്. രാഷ്ട്രീയ പണ്ഡിതന്മാരാണ് അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലയെക്കെട്ടുകാരനാണിത്.